താൻ ചതിക്കപ്പെട്ടു, പിണറായി വിജയൻ ഭരിക്കുമ്പോൾ തന്റെ കുഞ്ഞിന് നീതി കിട്ടുമെന്ന് കരുതുന്നില്ല എന്ന് അദ്ദേഹം വെട്ടിത്തുറന്നു പറഞ്ഞു. അതെ, പറഞ്ഞു വരുന്നത് സിദ്ധാർത്ഥിന്റെ അച്ഛന്റെ കാര്യമാണ്. ഒരു ദിവസം മുഴുവൻ അദ്ദേഹം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. മകൻ നേരിട്ട ക്രൂരതകൾ ഓരോന്നും കണ്ണീരോടെ പറഞ്ഞു. കേട്ടിരിക്കാനാകില്ല ആ വേദനകൾ. അതിനുമപ്പുറം സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളുടെ നെഞ്ചു പൊട്ടുന്നത് കൊലപാതകികളെ സംരക്ഷിക്കാൻ പിണറായി ഭരണകൂടം നടത്തുന്ന ഇടപെടലാണ്. ഇതിലെ വലിയൊരു ചതി കൂടി എല്ലാവരും മനസ്സിലാക്കണം. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് 33 പേരെ കോളേജ് സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ അവരെ VC തിരിച്ചെടുത്തല്ലോ. തൊട്ടപ്പുറത്ത് ഈ ക്രൂരതകൾ, സിദ്ധാർത്ഥ് മരണത്തോട് മല്ലിട്ടതും സിദ്ധാർത്ഥ് നേരിട്ട ക്രൂരതകളെക്കുറിച്ചും മാതാപിതാക്കളോട് വെളിപ്പെടുത്തിയ ഉത്തരേന്ത്യൻ വിദ്യാർത്ഥികളെ കോളേജ് ഡീബാർ ചെയ്തു. എന്തായിരുന്നു അതിന് പിന്നിലെ കാരണം? ഈ സത്യങ്ങളെല്ലാം സിദ്ധാർത്ഥിന്റെ അച്ഛനോട് ഈ വിദ്യാർത്ഥികൾ പറഞ്ഞു. അതിന്റെ വൈരാഗ്യത്തിലാണ് ആ വിദ്യാർത്ഥികളെ ഡീബാർ ചെയ്തത്. വലിയ കളികളാണ് ഈ കേസ് ഒതുക്കാൻ ഇപ്പോൾ നടക്കുന്നത്. പ്രതികളെ പൂട്ടിക്കാൻ പിതാവ് ശക്തമായി തന്നെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഈ കേസ് അട്ടിമറിക്കപ്പെടരുത്. ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരണം. ആ കൊടും ക്രിമിനലുകളെല്ലാം അഴിക്കുള്ളിലാകുകയും വേണം. വിഷയത്തിൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഇടപെട്ട് കഴിഞ്ഞു. രാജീവ് ചന്ദ്രശേഖറും മലയാളി വാർത്ത ചീഫ് എഡിറ്ററുമായി ഇതേപ്പറ്റി 1 മണിക്കൂറോളം സംസാരിച്ചിരുന്നു. തുടർന്ന് കേന്ദ്രമന്ത്രി സിദ്ധാർത്ഥന്റെ അച്ഛനുമായി നേരിട്ട് സംസാരിച്ചു. സസ്പെൻഡ് ചെയ്ത 33 വിദ്യാർത്ഥികളെ തിരിച്ചെടുത്ത VC നടപടിയെ അദ്ദേഹം ശക്തമായി എതിർത്തു. കേന്ദ്രമന്ത്രി തന്നെ ഗവർണറുമായി കൂടിക്കാഴ്ചയ്ക്ക് ജയപ്രകാശിന് അവസരമൊരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് നടന്ന സംഭവം ആരിഫ് ഖാൻ അറിയുന്നതും തൊട്ടു പിന്നാലെ പൂക്കോട് വെറ്റിനറി VCയെ ചവിട്ടി പുറത്താക്കിയിരിക്കുന്നതും. ഇത് മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖർ ഇടപെട്ടതോടെ പിണറായി വിജയന്റെ CBI അന്വേഷണ തള്ളിന്റെ കള്ളത്തരം പൊളിച്ചടുക്കിയിട്ടുണ്ട്. പിണറായി സർക്കാരും CPM-ഉം കോളേജും ഒന്നടങ്കം ഈ കേസ് ഒതുക്കാൻ നോക്കുന്നെങ്കിൽ അതിന് പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ. പ്രതികൾ ഇവർക്ക് അത്ര വേണ്ടപ്പെട്ടവരാണ്. ഈ കേസിന് പിന്നിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് ജനങ്ങൾ തിരിച്ചറിയണം. സംഭവത്തിന്റെ തുടക്കത്തിൽ ഒരക്ഷരം പോലും മിണ്ടാതിരുന്ന, അതായത് ഒരു വിദ്യാർത്ഥി മരിച്ചിട്ട് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഒരക്ഷരം ദിവസങ്ങളോളം മിണ്ടിയില്ല. പിന്നീട് സിദ്ധാർത്ഥിന്റെ അച്ഛൻ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടതിന് ശേഷമാണ് CBI അന്വേഷണത്തിന് ഉത്തരവിടുന്നത്. എന്നാൽ അത് വെറും പാഴ്വാക്ക് മാത്രമായിരുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ടുള്ള കണ്ണിൽ പൊടിയിടൽ. പിന്നീട് നടന്നിരിക്കുന്നത് കൊടിയ ചതിയാണ്. രാജീവ് ചന്ദ്രശേഖർ ഇടപെട്ടതോടെയാണ് പിണറായി വിജയന്റെ CBI അന്വേഷണ തള്ളിന്റെ കള്ളത്തരം പൊളിഞ്ഞടുങ്ങി. ഈ കേസിൽ ഇതുവരെ സംസ്ഥാന സർക്കാരിൽ നിന്ന് CBIക്ക് ഒരു ഫയൽ പോയിട്ടില്ല എന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അത് പറഞ്ഞത്. കേസ് ഫയൽ CBIക്ക് കൈമാറുമെന്ന് പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനകം റഫർ ചെയ്യേണ്ടതായിരുന്നു. CBI അന്വേഷണത്തിന് മുൻപ് എന്തിനാണ് വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചതെന്നും കേന്ദ്രമന്ത്രി ചോദിച്ചു. കേസിനെ തട്ടിക്കളിക്കാൻ സമ്മതിക്കില്ലെന്നും ഉടൻ CBI അന്വേഷണം തുടങ്ങണമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കേസിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്തുവെന്നും സർക്കാർ വിജ്ഞാപനം വന്ന ഉടനെ തന്നെ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് അയച്ചുകൊടുത്തുവെന്നുമാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പറയുന്നത്.